Assalamu Alaikum. So in the last class we have discussed fifth chapter solutions. Okay, the text chapter 12 ആണെന്നാണ് അറിയാലോ എന്തുകൊണ്ടാണെന്നുള്ളത്. So this is in the last class we have discussed about solutions, solvent, then solute. അപ്പം solutions എന്താണ്, solvent എന്താണ്, solute എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളായിരുന്നു. സ്മോൾ കണ്ടന്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടേക്ക് ഈക്വൽ എമൗണ്ട്സ് ഓഫ് വാട്ടർ ഇൻ 2 ടംബ്ലേഴ്സ്. 2 ടംബ്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ടംബ്ലേഴ്സ്, അല്ലെങ്കിൽ 2 ഗ്ലാസ് എടുക്കുക നിങ്ങൾ. ഓക്കെ, 2 സെയിം അളവിലുള്ള 2 ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ എന്തെടുക്കുക, രണ്ടിനകത്ത് വാട്ടർ നമ്മൾ ഈക്വൽ എമൗണ്ടിൽ എടുക്കാം. ആഡ് 1 or 2 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ദ ഫസ്റ്റ് ടംബ്ലർ. ഓക്കെ, അപ്പം നമ്മൾ 2 ഗ്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ടംബ്ലറോ എന്തെങ്കിലും ആവട്ടെ, 2 ടംബ്ലേഴ്സ് എടുക്കുന്നു. അതിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു, ഈക്വൽ എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? ഇൻ ദ ഫസ്റ്റ് ടംബ്ലർ 4-5 ക്രിസ്റ്റൽസ്. അപ്പോൾ ഫസ്റ്റ് ടംബ്ലറിലേക്ക് നമ്മൾ ആഡ് 1 or 2 ക്രിസ്റ്റൽസ്, 1 or 2 ക്രിസ്റ്റൽസ്, 1 or 2 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഒരു അറിയാലോ നിങ്ങൾക്ക് ഏത് കളറാണെന്നൊക്കെ ഉള്ളത്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫസ്റ്റ് ടംബ്ലറിൽ എടുക്കുന്നു, ഫസ്റ്റ് ഗ്ലാസ്സിൽ എടുക്കുന്നു. ദെൻ 4 or 5 ക്രിസ്റ്റൽസ് ഇൻ ദ സെക്കൻഡ് ജാറിൽ 4 or 5 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് ബീക്കറിലോ ടംബ്ലറിലോ എന്തെങ്കിലും, ഇൻ ദ ഫസ്റ്റ് ബീക്കർ വി ടേക്ക് ഇൻ ദ 2 beakers we take same amount of water in the 2 beakers, and in the first beaker we add 1 or 2 drops of potassium permanganate, and in the second beaker we add 4 or 5 drops of potassium permanganate. അപ്പോൾ ഇവിടെ ഏതിനായിരിക്കും കുറച്ച് കളർ കൂടുതൽ? ഇവിടെ ആയിരിക്കും, അതോ ഇവിടെ ആയിരിക്കുമോ? ഇവിടെ ആയിരിക്കുമല്ലോ, നമ്മൾ കൂടുതൽ എമൗണ്ടിൽ എടുത്തതിനായിരിക്കുമല്ലോ കൂടുതൽ കളറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് കോൺസെൻട്രേഷൻ കൂടിയത്? ഇവിടെ അല്ലേ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കോൺസെൻട്രേഷൻ കുറവുമാണ്. ഇപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈക്വൽ എമൗണ്ട് വാട്ടർ, സെക്കൻഡ് ബീക്കറിൽ നമ്മൾ ഈക്വൽ എമൗണ്ട് വാട്ടറാണ് എടുത്തത്. ബട്ട് വി ആഡ് 1 or 2 drops of potassium permanganate, and here we take 4 or 5 drops of potassium permanganate. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 1 or 2 ഡ്രോപ്സ് പൊട്ടാസ്യം ക്രിസ്റ്റൽസ്, ഡ്രോപ്സ് അല്ല ക്രിസ്റ്റൽസ് ആണ്, അറിയാമല്ലോ നിങ്ങൾക്ക്, തരിതരിയായിട്ടിരിക്കുന്ന സാധനമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ 1 or 2 ക്രിസ്റ്റൽസും ഇതിനകത്ത് 4 or 5 ക്രിസ്റ്റൽസുമാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളറുള്ള ഏതായിരിക്കും? സെക്കൻഡിലായിരിക്കും, കാരണം അവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So what is the reason for the difference in color? ആ ഒരു കളറിൽ വേരിയേഷൻ വരാനുള്ള കാരണം എന്താണ്? കാരണം ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 1 or 2 ക്രിസ്റ്റൽസ് എടുത്തു, സെക്കൻഡ് ബീക്കറിൽ നമ്മൾ 4 or 5 ഒക്കെ ക്രിസ്റ്റൽസ് എടുത്തു, അതുകൊണ്ടാണ് അവിടെ കളർ കൂടുതൽ. സോ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. അറിയാലോ സൊല്യൂട്ട് എന്താ, സോൾവെൻറ്റ് എന്താണെന്ന് അറിയാലോ. സൊല്യൂട്ടും സോൾവെൻറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? ഇൻ എ സൊല്യൂഷൻ ദർ ഈസ് എ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. ഇപ്പം നമ്മൾ സോൾട്ട് സൊല്യൂഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് യു കൺസിഡർ ദ സാൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ എന്താണ്, വാട്ടർ ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്, സോൾവെൻറ്റ് അല്ലെ. കൂടിയ എമൗണ്ടിലുള്ളത് ഏതാണ്? വാട്ടറിലെ തോനെയുള്ളത്. അപ്പോൾ വാട്ടറാണ് അവിടുത്തെ സോൾവെൻറ്റ്. അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സോൾട്ട് ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെൻറ്റിൽ അടിഞ്ഞിരിക്കുന്ന ആ ഒരു എന്താണ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സ്മാൾ എമൗണ്ട് ഓഫ് സൊല്യൂബിലിറ്റി ഈസ് നോൺ ആസ് ഡൈലൂട്ട് സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ നമ്മൾ 2 ബീക്കേഴ്സ് കൺസിഡർ ചെയ്തു. ആ 2 ബീക്കേഴ്സിൽ എന്തായിരുന്നു? ഇവിടെ ആയിരിക്കും എന്തിൻ്റെ അളവ്, സൊല്യൂട്ടിൻ്റെ അളവ് കുറവ്, ഇവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലുമായിരുന്നു അല്ലേ.
അപ്പം സൊല്യൂട്ടിൻ്റെ അളവ് ഏതിലാണോ കൂടുതൽ അവിടെ അതിനെ നമ്മൾ പറയും കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡൈലൂട്ടഡ് എന്ന് പറയും. ഓക്കെ, സോ ഗാഢത കൂടിയത് കുറഞ്ഞതെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. Okay, so a solution containing a small amount of solute is known as a dilute solution. അപ്പോൾ കുറച്ച് എമൗണ്ട് എന്താണ് സൊല്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ ഡൈലൂട്ടഡ് ആണെന്ന് പറയാം, ഡൈലൂട്ടഡ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി ലാർജ് എമൗണ്ട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ട് ടേംസ് നമ്മൾ പഠിച്ചു, ഡൈലൂട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈലൂട്ട് സൊല്യൂഷൻ ആൻഡ് ഡൈലൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസും ഉണ്ട്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ഡൈലൂട്ട് സൊല്യൂഷൻ, സെക്കൻഡ് വൺ concentrated solution. So what is the difference between dilute solution and concentrated solution? എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത് ഡൈലൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും തമ്മിൽ? ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, സൊല്യൂട്ടിൻ്റെ എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ലെസ്. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പം ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഹൈ, അവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഡൈലൂട്ട് എന്ന് പറയുമ്പം അവിടെ കുറവാണ് സൊല്യൂട്ടിൻ്റെ അളവ്. പിന്നെന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ടിൻ്റെ അളവെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ഡൈലൂട്ട് സൊല്യൂഷൻ എന്താണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആണ്. സോ വിച്ച് വൺ ഹിയർ ഈസ് കോൺസെൻട്രേറ്റഡ് ഓർ ഡൈലൂട്ട് സൊല്യൂഷൻ? ദ ഫസ്റ്റ് വൺ ഡൈലൂട്ട് സൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൈലൂട്ട് സൊല്യൂഷൻ ആയിരുന്നു, സെക്കൻഡ് വൺ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, രണ്ടാമത്തേത് എന്താണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനുമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഡൈലൂട്ട് സൊല്യൂഷൻ, എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, സോ ദെൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഇപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 2 വേസിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് മാസ് പെർസെൻറ്റേജിലും പറയാം ഈ കോൺസെൻട്രേഷനെ. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ടേംസ്, മാസ് പെർസെൻറ്റേജും PPM, പാർട്സ് പെർ മില്യൺ എന്ന് പറയും. PPM എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്സ് പെർ മില്യൺ. സോ ദ ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്, സെക്കൻഡ് വൺ PPM. അപ്പോൾ കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, മാസ് പെർസെൻറ്റേജും PPM. PPM എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. ഓക്കെ, സോ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, the amount of solute that get dissolved in a solution can be expressed in percentage using this method. അതായത് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ ഡിസോൾവ് ആയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പെർസെൻറ്റേജ് രീതിയിൽ നമ്മളതിനെ എത്ര എമൗണ്ട് അതിൽ ഉണ്ട്, എത്ര എമൗണ്ട് സൊല്യൂട്ട് അതിനകത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെർസെൻറ്റേജ് രൂപത്തിൽ കാണിക്കുന്നു. അതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ ഉണ്ട്, മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നതിൻ്റെ ഇക്വേഷനാണ്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഒന്നുമില്ല, മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര സൊല്യൂട്ട് അതിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ എടുക്കുന്നു, സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ്, സൊല്യൂഷൻ്റെ മാസ് എത്രയാണ്, ഇൻറ്റു 100 എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. അത് മനസ്സിലായോ? കോൺസെൻട്രേഷനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മാസ് പെർസെൻറ്റേജ് ഇൻ ദ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ് ആൻഡ് പാർട്സ് പെർ മില്യൺ, PPM എന്ന് പറയും. വലിയ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി +1 +2 ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം, 2 വേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻ ദ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ് ആൻഡ് പാർട്സ് പെർ മില്യൺ. നിങ്ങൾ ആ ഒരു ടേംസ് മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. സോ ഹൗ ടു ഡിറ്റർമിൻ ദ മാസ് പെർസെൻറ്റേജ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100, അങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ദെൻ പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഇത് തന്നെ സെയിം തന്നെയാണ്. അത് പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ ഇത് മാസ് പെർസെൻറ്റേജ് ആണ്. പിന്നെ എന്താണ്, ഇതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്, മാസ് പെർസെൻറ്റേജിൽ നിന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. പാർട്സ് പെർ മില്യൺ PPM എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ
ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ദിസ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് പാർട്സ് പെർ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ലാക്ക്. 1 മില്യൺ ആണ് ഇവിടെ. നമ്മൾ നേരത്തെ 100 കൊണ്ടാണ്, ഇവിടെ 1 മില്യൺ. ഓക്കെ, സോ അതാണ്. അല്ലെങ്കിൽ 10 ലാക്ക്, 1 മില്യൺ 10 ലാക്ക് കേട്ടോ, 10 ലാക്ക്. നമ്മൾ മറ്റേടത്ത് എത്ര ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്? എത്ര ഉണ്ടായിരുന്നു മൾട്ടിപ്ലൈ? 100 അല്ലേ? മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു എത്രയാണ്? 10 ലാക്ക്. 1 മില്യൺ. 10 ലാക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ ആണല്ലേ? അപ്പോൾ 1 മില്യൺ. ഓക്കെ, അപ്പോൾ ഇതാണ് PPM എന്താണ് മാസ് പെർസെൻറ്റേജും. ഒന്നുമില്ല, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10 ലാക്ക്. 1 മില്യൺ. ആ ഒരു ഡിഫറൻസ് ആണ്. അത്രയും മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഒത്തിരി ബ്രോഡായിട്ടൊന്നും പഠിക്കേണ്ട, അതിൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട. കുറച്ച് എന്താണ് അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 2 വേസിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ 2 ടേംസ്, ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ് ആൻഡ് പാർട്സ് പെർ മില്യൺ. ആൻഡ് യു ഓൾസോ ലേൺ ദിസ് ഇക്വേഷൻസും കൂടെ പഠിക്കുക. Okay, so PPM is used to express the presence of very small amount of solute. അപ്പം PPM അത് സ്മോൾ amount of solute മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഫോർ എക്സാമ്പിൾ, ദ അലൗഡ് ലിമിറ്റ് ഓഫ് ക്ലോറിൻ ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് 4 ppm. അതായത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു ഏകദേശം അളവെന്ന് പറയുന്നത് 4 ppm ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്താണ് 4 പാർട്സ് പെർ മില്യൺ, അത്രയും ചെറിയൊരു എമൗണ്ടിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സോ ഇനിയും കുറേ എന്താണ് നമ്മൾ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ദ ഹയർ ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് സോ മെനി പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു ദിസ് കോൺസെൻട്രേഷൻ സച്ച് ആസ് വോളിയം പെർസെൻറ്റേജ്, മൊളാരിറ്റി. ഓക്കെ, എല്ലും ആറും ആണ്. മൊളാലിറ്റി ആൻഡ് നോമാലിറ്റി ആർ സം അതർ സ്കെയിൽസ് യൂസ് ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. അത് നിങ്ങൾ അതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട, അതൊക്കെ ഹയർ ക്ലാസ്സസിലുള്ളതാണെങ്കിൽ ആ ടേംസ് ഒന്ന് ഓർത്തിരിക്കുക. മൊളാലിറ്റി ദെൻ എന്താണ് വോളിയം പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കുറേ രീതിയിൽ നമുക്ക് പിന്നെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഒന്ന് വേർഡ്സ് ഓർത്തിരിക്കുക. ദെൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഇൻ ദ ലോവർ ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ? എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ടേക്ക് 50 ml ഈച്ച് ഓഫ് വാട്ടർ ഇൻ 2 beakers. 2 beakers എടുക്കുക. 2 beakersൽ 50 ml വാട്ടർ വെച്ചിട്ട് എടുക്കുക. ടേക്ക് 100 gram ഈച്ച് ഓഫ് ദ പൗഡേർഡ് കോമൺ സോൾട്ട്. അപ്പം എന്താണ് 100 gram കോമൺ സോൾട്ട്, നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, സാധാ ഉപ്പ് എടുക്കുക. എന്നിട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ് എടുക്കുന്നു. ദെൻ സോഡിയം ക്ലോറൈഡും എടുക്കുന്നു. സ്റ്റിർ ആൻഡ് ഡിസോൾവ് ഇൻ കോമൺ സോൾട്ട് ഗ്രാജുവലി ഇൻ ദ വാട്ടർ ഇൻ ദ വൺ ഓഫ് ദ ബീക്കേഴ്സ്. അപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ വി ടേക്ക് 2 beakers, 2 beakers എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെരിമെൻ്റായിട്ട് എടുക്കുന്നത്? സോൾട്ട്, നമ്മളെ കോമൺ സോൾട്ടായിട്ടുള്ള സോഡിയം ക്ലോറൈഡും ദെൻ അമോണിയം ക്ലോറൈഡും, NH4Cl, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് മീൻസ് കെമിക്കൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, സോഡിയം ക്ലോറൈഡ് ആണ് എഴുതണ്ടല്ലോ. സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡ്, H4Cl എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും നമ്മൾ എടുക്കുന്നു. Then stir and dissolve the common salt in gradually in the water is one of the beakers. Continue doing it till no more salt dissolves. Such a solution in which maximum amount of solute has been dissolved is known as the saturated solution. ഓക്കെ, അതായത് നമ്മളിപ്പം ഇതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? സോൾട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് നമുക്കറിയാലോ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു, അത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, എത്ര സോൾട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ എത്ര അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ലിമിറ്റ് എത്തുമ്പോൾ നമ്മൾ പറയാം ഓക്കെ ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി, ഇനി അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സോൾട്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? The solution obtained by dissolving maximum amount of solute at a given temperature is known as saturated solution. ഒരു given temperature നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ ഒരു സോൾട്ട് നമുക്ക് ഒത്തിരി എന്ന് വെച്ചാൽ ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ട് ഒരു കവർ സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഡിസോൾവ് ആവുന്ന ഒരു ലിമിറ്റഡ് ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. അത്രയും എമൗണ്ട് മാത്രമേ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പൂരിത ലായനി എന്നൊക്കെ നമ്മൾ പറയും. ദ സൊല്യൂഷൻ ബിഫോർ റീച്ചിങ് ദ സാച്ചുറേഷൻ is known as an unsaturated solution. ഇനി നിങ്ങൾ വീണ്ടും നമ്മൾ
സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കെ, അതിൻ്റെ ഒരു മാക്സിമം എമൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സോൾട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളത്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. ഒരു നമ്മളിപ്പോൾ സോൾട്ട് സൊല്യൂഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് അതങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ആവില്ല. ഡിസോൾവ് ആവുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ്. ഡിസോൾവ് ആയി ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ആവില്ല. അപ്പോൾ അതാണ് അൺസാച്ചുറേറ്റഡ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സോ അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പം അതാണ്. ദെൻ ദ സൊല്യൂഷൻ ബിഫോർ റീച്ചിങ് ദ സാച്ചുറേഷൻ ഇസ് നോൺ ആസ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ക്യാൻ ബി ഡിസോൾവ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇപ്പം അൺസാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം അത് കഴിഞ്ഞു, അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ റിപ്പീറ്റ് ദ അബവ് ആക്ടിവിറ്റി ബൈ ആഡിങ് അമോണിയം ക്ലോറൈഡ് ഗ്രാജുവലി ടു ബി സെക്കൻഡ് ബീക്കർ. സെക്കൻഡ് ബീക്കറിലേക്ക് നമ്മൾ അമോണിയം ക്ലോറൈഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബീക്കറിലെ കാര്യം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ഇൻ ദിസ് വേ. കമ്പയർ ദ എമൗണ്ട് ഓഫ് അമോണിയം ക്ലോറൈഡ് വിത്ത് ദാറ്റ് ഓഫ് കോമൺ സോൾട്ട്. അപ്പം നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ രണ്ട് ടെസ്റ്റ് ട്യൂബിലും അല്ല രണ്ട് ബീക്കറിലും നമ്മൾ ഈക്വൽ എമൗണ്ട് വാട്ടറാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ പറഞ്ഞു ആ കുറേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറി, ഇറ്റ് ബിക്കം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. രണ്ടാമത്തേൽ അമോണിയം ക്ലോറൈഡ് നമ്മൾ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ 100 ഗ്രാം എന്താണ് 100 ഗ്രാം സോഡിയം ക്ലോറൈഡാണ് എടുത്തെങ്കിൽ എന്ത് ചെയ്യുന്നു, എത്ര ഇപ്പോൾ ഒരു ചിലപ്പം നമ്മളൊരു 50 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതങ്ങ് സാച്ചുറേറ്റഡ് ആയി. ഇനി അതിലേക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലായി. ഇനി സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ സെക്കൻഡ് ബീക്കർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിലെ അമോണിയം ക്ലോറൈഡ് ആണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് നമുക്ക് ചിലപ്പം സോഡിയം ക്ലോറൈഡിൻ്റെ അത്രയും വേണ്ട. ഇപ്പം നമ്മളൊരു എന്താണ് 45 ഗ്രാം ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇതങ്ങ് സാച്ചുറേറ്റഡ് ആയി. മനസ്സിലായോ? അപ്പോൾ ഒന്നിൽ നമ്മൾ മിസ് അങ്ങനെ ഇത് ഡെഫിനിറ്റ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറയുന്നത്, അങ്ങനെ ഡെഫിനിറ്റ് ഇതല്ല, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. ഇപ്പോൾ 50 ഗ്രാം സോഡിയം ക്ലോറൈഡ് എടുത്തപ്പോൾ ഇതങ്ങ് സാച്ചുറേറ്റഡ് ആയി. പക്ഷേ ഇവിടെ നമുക്ക് 45 ഗ്രാം അമോണിയം ക്ലോറൈഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് എമൗണ്ട് ആണ്. ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാറ്റ് ദ എമൗണ്ട്സ് ഓഫ് കോമൺ സോൾട്ട് and ammonium chloride required to make a saturated solution as the same solvent under the same condition differ. അപ്പോൾ സെയിം കണ്ടീഷൻസ് ആണ്, ഈക്വൽ എമൗണ്ട് വാട്ടർ എടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ടിടത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത് സാച്ചുറേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് required to convert 100 gram of solvent into a saturated solution at a given temperature is known as the solubility of the solute in the solvent. അതായത് സോലുബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ അമോണിയം ക്ലോറൈഡ് എടുത്തു, കോമൺ സോൾട്ടും എടുത്തു, പക്ഷേ ഈക്വൽ എമൗണ്ട് വാട്ടർ തന്നെയാണ് നമ്മൾ എടുത്തത്. രണ്ടിലും ഈക്വൽ എമൗണ്ട് വാട്ടർ എടുത്തു. പക്ഷേ നമുക്ക് ഇതിനെ നമ്മൾ സോലുബിൾ ആക്കുക അല്ലെങ്കിൽ ഇതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ട എമൗണ്ട് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഓരോ സബ്സ്റ്റൻസിൻ്റെയും സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസിലുള്ള ആ ഒരു സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ സൊല്യൂട്ട് ഏതായിരുന്നു, വി ടേക്ക് 2 different solute here, that is ammonium chloride and sodium chloride. അമോണിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡും ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പം എന്താണ്, so the amount of solute in grams required to convert 100 gram of a solvent into a saturated solution at a given temperature. അതായത് നമുക്ക് തന്നേക്കുന്ന ആ ഒരു നമ്മളിപ്പോൾ നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്, രണ്ട് ബീക്കറിൽ ഈക്വൽ എമൗണ്ട് വാട്ടർ എടുത്തു. പക്ഷേ നമ്മൾ ആഡ് ചെയ്തപ്പോഴത്തേക്ക് സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്തു, ഒരു 50 ഗ്രാം ആകുമ്പോഴത്തേക്ക് അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി ഫസ്റ്റ് ബീക്കർ. പക്ഷേ രണ്ടാമത്തെ 45 ഗ്രാമപ്പോഴേ സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ അതിനെയാണ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ സോൾവെൻറ്റിനും അതിനകത്ത് മാക്സിമം എത്ര ആഡ് ചെയ്താൽ അത് സാച്ചുറേറ്റഡ് ആവും എന്നുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്നത്, ആ സൊല്യൂഷൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ
what is solubility? The amount of solute in grams required to convert 100 gram of solvent into a saturated solution into in a given temperature is known as the solubility of solute in that solvent. Okay, ആ ഒരു സൊല്യൂട്ടിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ സോൾവെൻറ്റിന് എത്ര സൊല്യൂട്ടിനെ ആവശ്യമാണ് അത് സാച്ചുറേറ്റഡ് ആവാനെന്നുള്ളതാണ് അതിൻ്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സോ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? ദർ ഈസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ദ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ് ആൻഡ് ppm parts per million. Then we have also discussed about a saturated solution and solubility. Solubility എന്താണെന്ന് മനസ്സിലായല്ലോ? solubility എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് സോൾവെൻറ്റ് വേണം അത് സാച്ചുറേറ്റഡ് ആവാനെന്നുള്ളത്, അതാണ് അതിൻ്റെ solubility എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ we will learn about super saturated solution. Now we can wind up. Thank you. Assalamu Alaikum.